റീഡിൻ്റെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 6ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. ചാപ്റ്ററിൻ്റെ പേര് ഫ്രം ദ ലാൻഡ് ഓഫ് ചോളാസ് ടു ഡൽഹി. ഇന്നത്തേത് 3ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ത്രിപാർട്ടി എന്ന് പറയുന്ന ഭാഗം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ത്രിപാർട്ടി എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് ഹെഡിങ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും 3 രാജവംശങ്ങളെ പറ്റിയിട്ടാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആ രാജവംശങ്ങൾ ഏതൊക്കെയാണ്, അവരുടെ അഡ്മിനിസ്ട്രേഷൻ എന്താണ്, ഏതൊക്കെ കാലഘട്ടത്തിലാണ് അവരുണ്ടായിരുന്നത്, പ്രത്യേകതകൾ എന്നൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ നോക്കാം എന്താണ് ഈ ത്രിപാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് പറയുന്നില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഇന്ത്യയിൽ ഏതാണ്ട് നമ്മുടെ ഡൽഹിയൊക്കെ ഇന്നിരിക്കുന്ന ഒരു ഭാഗത്തിനടുത്തായിട്ട് ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്തിൻ്റെ പേരാണ് കനൗജ്. ഏതാണ്? കനൗജ് എന്ന് പറയുന്ന സ്ഥലം. ഇത് ഇവിടെ കാണുന്നുണ്ടോ കനൗജ്? ഈ കനൗജ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 3 പ്രധാനപ്പെട്ട രാജവംശം ആരൊക്കെയാണ്? പാലാസ്, അതുപോലെ തന്നെ പ്രതിഹാരാസ്, അതുപോലെ രാഷ്ട്രകൂടാസ് അല്ലെങ്കിൽ രാഷ്ട്രകുദാസ് എന്ന് പറയുന്ന ഇങ്ങനെ 3 രാജവംശങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തിരുന്നു. കേട്ടോ, ഇവിടെ അവർ 3 പേരുടെയും രാജ്യം ഇങ്ങനെ മെർജ് ചെയ്ത് കിടക്കുന്ന അന്നത്തെ ഒരു മാപ്പാണ് കാണിച്ചിരിക്കുന്നത്. ഈ സ്ഥലം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെയാണ് നമ്മൾ ത്രിപാർട്ടി സ്ട്രഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ത്രിപാർട്ടി സ്ട്രഗിളിൽ പങ്കെടുത്ത, അല്ലെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 8ാം നൂറ്റാണ്ട് തൊട്ട് ഏതാണ്ട് 10ാം നൂറ്റാണ്ട് വരെ നമ്മുടെ ഈ പറയുന്ന ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന 3 രാജവംശങ്ങളായിട്ടുള്ള പാലാസ്, പ്രതിഹാരാസ്, രാഷ്ട്രകുദാസ്. കണ്ടോ, പാലാസ് നമ്മുടെ ബംഗാളിൻ്റെ, ഇന്നത്തെ വെസ്റ്റ് ബംഗാളിൻ്റെ, ബീഹാറിൻ്റെ ഭാഗത്താണ്. പ്രതിഹാരാസ്, പ്രതിഹാരാസ് എന്ന് പറയുന്നത് കണ്ടോ, ഗുജറാത്ത്, നമ്മുടെ സിന്ധ് പ്രവിശ്യകൾ, രാജസ്ഥാൻ്റെ ഒക്കെ ഭാഗത്താണ്. അതുപോലെ രാഷ്ട്രകുദാസ് എന്ന് പറയുന്ന ആൾക്കാർ ഇവിടെയാണ് നമ്മുടെ സൗത്ത് ഡെക്കൺ ഭാഗം ഭരിച്ചിരുന്ന ആൾക്കാരാണ്. ഇവർ 3 പേരെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആരാണ് പാലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8ാം നൂറ്റാണ്ട് തൊട്ട് ഇപ്പോൾ ഏതാണ്ട് 9ാം നൂറ്റാണ്ട് വരെ, 8ാം നൂറ്റാണ്ട് തൊട്ട് 9ാം നൂറ്റാണ്ട് വരെ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യയുടെ ഭാഗത്ത് ബംഗാളിൻ്റെ ഭാഗം ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ് പാലാസ്. ഇനി ആരാണ് പ്രതിഹാരാസ്? എൻ്റെ ഫുൾ നെയിം ഗുജ്ജാർ പ്രതിഹാരാസ് എന്നാണ്. ഗുജ്ജാർമാരെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഗുജ്ജാർ പ്രതിഹാരാസും ഇവിടെ തന്നെയാണ്. ഏതാണ്ട് 8ാം നൂറ്റാണ്ട് തൊട്ട് 10ാം നൂറ്റാണ്ട് വരെ എവിടെയാണ്? നമ്മുടെ വെസ്റ്റേൺ ഭാഗം. കണ്ടോ, ഈ ഇടതുവശത്ത് വെസ്റ്റേൺ ഭാഗം ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ്. അപ്പോൾ രാഷ്ട്രകുഡാസ് ഒക്കെ രാഷ്ട്രങ്ങളുടെ കൂട്ടം എന്നാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രകുദാസ് എന്നോ അല്ലെങ്കിൽ രാഷ്ട്രകുഡാസ് എന്നോ നിങ്ങൾക്ക് വായിക്കാൻ നിങ്ങളുടെ ഇഷ്ടം. ഇവർ ഡെക്കാൻ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ ഭാഗമാണ് എന്ത് ചെയ്തത്? ഡോമിനേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവരെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ആരെ പറ്റിയിട്ടാണ്? പാലാ കിങ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആരാണ് പാലാ കിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു 8ാം നൂറ്റാണ്ട് തൊട്ട് ഏതാണ്ട് 9ാം നൂറ്റാണ്ട് വരെ നമ്മുടെ ഈസ്റ്റേൺ ഇന്ത്യയുടെ ഭാഗം ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ് പാലാ കിങ്സ്. ഇവരുടെ സമയത്ത് ഒരുപാട് ബുദ്ധവിഹാരങ്ങൾ, അതുപോലെ ബുദ്ധമതത്തിൻ്റെ ഇൻഫ്ലുവൻസ് നന്നായിട്ടുണ്ടായിരുന്നു. കാരണം ഇവരുടെ ലൊക്കേഷൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം, തൊട്ട് മുകളിൽ നേപ്പാളാണ്. അപ്പോൾ നേപ്പാൾ ടിബറ്റുമായിട്ടുള്ള ബന്ധമുണ്ട്. പ്രധാനപ്പെട്ട രാജാവ് എന്ന് പറയുന്നത് ധർമ്മപാലനാണ്. ഈ ധർമ്മപാലൻ എന്ന രാജാവ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, നളന്ദ യൂണിവേഴ്സിറ്റിയെ റീബിൽഡ് ചെയ്ത രാജാവ് ആര് എന്ന് ചോദിച്ചാൽ അത് ധർമ്മപാലനാണ്. അതുപോലെ തന്നെ മഗധയിൽ വിക്രമശില യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാലും അതാരാണ്? അത് ധർമ്മപാലനാണ്. അപ്പോൾ പാലാ രാജാക്കന്മാരെ പറ്റിയിട്ട് നമ്മൾ 2 കാര്യങ്ങളാണ് ഓർത്ത് വയ്ക്കേണ്ടത്. ഒന്ന്, 8ാം നൂറ്റാണ്ട് തൊട്ട് 9ാം നൂറ്റാണ്ട് വരെ ഈസ്റ്റേൺ ഭാഗം, അതായത് ബംഗാളിൻ്റെ ഭാഗം ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ് പാലാ കിങ്സ്. അതിൽ പ്രധാനപ്പെട്ട രാജാവ് എന്ന് പറയുന്നത് ധർമ്മപാലനാണ്. അദ്ദേഹത്തിൻ്റെ 2 പ്രത്യേകതകൾ: ഒന്ന്, നളന്ദ യൂണിവേഴ്സിറ്റി റീബിൽഡ് ചെയ്തതും വിക്രമശില യൂണിവേഴ്സിറ്റി മഗധയിൽ സ്ഥാപിച്ചതും ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ധർമ്മപാലനാണ്. ഈ കാണുന്നതാണ് നളന്ദ യൂണിവേഴ്സിറ്റി. ഇതാണ് വിക്രമശില യൂണിവേഴ്സിറ്റി. പിന്നീട് നളന്ദ യൂണിവേഴ്സിറ്റിയൊക്കെ നമ്മുടെ ഭക്തിയാർ ഖിൽജിയൊക്കെ വന്ന് ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. അത് പിന്നീട് നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് പാലാ കിങ്സ് എന്ന് പറയുന്നത്? അപ്പോൾ ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ നെയ്ബേഴ്സുമായിട്ടുള്ള റിലേഷനാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ടിബറ്റിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരുപാട് ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന നളന്ദ യൂണിവേഴ്സിറ്റിയിലോട്ടും വിക്രമശില യൂണിവേഴ്സിറ്റിയിലോട്ടും വരികയും അവരുടെ അറിവും കാര്യങ്ങളൊക്കെ ഇവിടെ വരികയും പുസ്തകങ്ങൾ എഴുതുകയൊക്കെ ചെയ്തിട്ട് ഉണ്ട്. അതുപോലെ തന്നെ അറബുമായിട്ടും അറബ് ഖലീഫ എന്ന് പറയുമ്പോൾ തുർക്കി അതുപോലത്തെ അറബ് രാജ്യങ്ങളുമായിട്ടും അതുപോലെ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടും നല്ല രീതിയിലുള്ള ബന്ധം സ്ഥാപിച്ചിരുന്ന ആൾക്കാരാണ് ആര്? പാലാ കിങ്സ് എന്ന് പറയുന്നത്.
ഓക്കെ. അവരുടെ ഈ പറയുന്ന എക്കണോമിക് കണ്ടീഷൻ വളരെ വലുതായത്, ഇത്ര വലിയ യൂണിവേഴ്സിറ്റിയൊക്കെ തുടങ്ങണം, അതുപോലെ ഒരുപാട് ബുദ്ധവിഹാരങ്ങളൊക്കെ സ്ഥാപിക്കണമെങ്കിൽ അവർക്ക് നല്ല പൈസ വേണം അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇവരുമായിട്ടുള്ള അയൽ രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷനുമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് ശൈലേന്ദ്ര രാജാവ് എന്ന് പറയുന്നത്. നമ്മുടെ മലേഷ്യ, ജാവ, സുമാത്ര ദ്വീപുകൾ ഭരിച്ചിരുന്ന രാജാവാണ് അദ്ദേഹം. ഈ പറയുന്ന പാലാ രാജാക്കന്മാർ, പാലാ കിങ്സ് ഉള്ള സമയത്തോട്ട് എന്ത് ചെയ്യുമായിരുന്നു, ഡിപ്ലോമാറ്റുകൾ അയച്ചതായിട്ട് നമുക്ക് പിന്നീട് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് എന്താണ്, ഈ പാലാ രാജാക്കന്മാരെന്ന് പറയുന്നത് നെയ്ബേഴ്സുമായിട്ടൊക്കെ നല്ല റിലേഷൻ സ്ഥാപിച്ചിരുന്ന ആൾക്കാരാണ്. ഓക്കെ. അപ്പോൾ അടുത്ത് വരുന്നതാണ് നമ്മുടെ ഗുജാര പ്രതിഹാരാസ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ പ്രതിഹാരാസ് എന്നറിയപ്പെടുന്ന രാജാക്കന്മാർ. എവിടെയാണ് കണ്ടോ, ഈസ്റ്റിൽ പാലാസ് ആണെങ്കിൽ വെസ്റ്റിൽ ആരാണ്, ഗുജാര പ്രതിഹാരാസ് ആണ്. അപ്പോൾ ഈ ഗുജാര പ്രതിഹാരാസിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അവരുടെ കാലഘട്ടവും ഏതാണ്ട് എന്താണ് സെയിം ആണ്. അപ്പോൾ നമുക്ക് ഓർത്ത് വയ്ക്കാൻ കുറച്ചുകൂടെ ഈസിയാണ്. ഓക്കെ. ഇവരും എന്ത് തന്നെയാണ്, 8-ാം നൂറ്റാണ്ട് തൊട്ട് ഏതാണ്ട് 10-ാം നൂറ്റാണ്ട് വരെ ഈ പറഞ്ഞ നമ്മുടെ ഇന്ത്യയുടെ വെസ്റ്റേൺ ഭാഗം ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ്. അതിലെ പ്രധാനപ്പെട്ട രാജാവ് എന്ന് പറയുന്നതാണ് ഭോജ. ആരാണ്, ഭോജ രാജാവാണ് പ്രധാനപ്പെട്ട പ്രതിഹാര റൂളർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രതിഹാരാസ് എവിടെയാണ് ഭരിച്ചത്, വെസ്റ്റേൺ ഭാഗമാണ്. 8-ാം നൂറ്റാണ്ട് തൊട്ട് 10-ാം നൂറ്റാണ്ട് വരെ പ്രധാനപ്പെട്ട രാജാവ് ഭോജ. ഇനി അവിടുത്തെ ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രതിഹാര രാജാക്കന്മാരുടെ രാജസദസ്സിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പോയറ്റ്, സംസ്കൃത പോയറ്റാണ് ആര്, രാജശേഖരൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ 2 കൃതികളാണ് കാവ്യമീമാംസയും അതുപോലെ എന്താണ് കർപ്പൂര മഞ്ജരിയും. ഓക്കെ. അപ്പോൾ കാവ്യമീമാംസയും കർപ്പൂര മഞ്ജരിയും എഴുതിയ രാജശേഖരൻ എന്ന് പറയുന്ന പ്ലേ റൈറ്റർ അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് പോയിറ്റ് ഏത് രാജവംശത്തിൻ്റെ കാലത്താണെന്ന് ചോദിച്ചാൽ അത് പ്രതിഹാരാസിൻ്റെ കാലഘട്ടത്തിലാണ്. ഇവരും ഒരുപാട് അമ്പലങ്ങളൊക്കെ എന്താണ് നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ എക്സാമ്പിളാണ് കണ്ടോ, തെലിക മന്ദിർ എന്ന് പറയുന്ന ഗ്വാളിയാറിലാണ്. ഇതാണ് ആ പറയുന്ന അമ്പലം എന്ന് പറയുന്നത്. അത് മാത്രമല്ല കനൗജിലും പ്രധാനപ്പെട്ട അമ്പലങ്ങൾ ആര് സ്ഥാപിച്ചിട്ടുണ്ട്, പ്രതിഹാരാസ് സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി നെയ്ബേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവർ വെസ്റ്റേൺ ഭാഗത്താണല്ലോ ഉള്ളത് അല്ലേ. അപ്പോൾ അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഈ ഭാഗത്ത്, അപ്പോൾ ഇവരോട് ഇങ്ങോട്ടാണ്, ഈ സിന്ധ് ഇങ്ങോട്ടാണ് ആരുള്ളത്, അറബ് രാജ്യക്കാരുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അറബുമായിട്ട് ട്രേഡ് റിലേഷൻസ് ആർക്കും ഉണ്ടായിരുന്നു, ഈ പറയുന്ന പ്രതിഹാരാസിന് ഉണ്ടായിരുന്നു. ട്രേഡൊന്നും ഉണ്ടെങ്കിൽ അവർ തമ്മിൽ അത്ര നല്ല ഒരു ബന്ധമായിരുന്നില്ല, അതായത് അവർ തമ്മിൽ യുദ്ധങ്ങളൊക്കെ നടക്കുമായിരുന്നു. എങ്കിലും സ്കോളേഴ്സിനെയും ഡിപ്ലോമാറ്റുകളെയും ഇവർ പരസ്പരം നമ്മുടെ ഖലീഫ ബാഗ്ദാദുമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർ എക്സ്ചേഞ്ച് ചെയ്യുമായിരുന്നു. അതിലൂടെ സയൻസും മാത്തമെറ്റിക്സും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇൻസ്പൈറ്റ് ഓഫ് ദ ഹോസ്റ്റിലിറ്റി, ഇവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഈ പറയുന്ന ആരാണ്, പ്രതിഹാരാസും അതുപോലെ തന്നെ അറബ് റൂളേഴ്സും എന്താണ് ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യാനും ട്രാവലേഴ്സിനെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുമായിരുന്നു. അതായത് അവർ തമ്മിൽ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റിലേഷൻ ഉണ്ട്, തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിലും. നെക്സ്റ്റ് വരുന്ന 3-ാമത്തെ രാജാക്കന്മാരാണ്. അതാണ് രാഷ്ട്രകൂടന്മാർ അല്ലെങ്കിൽ രാഷ്ട്രകുദാസ് എന്ന് അറിയപ്പെടുന്ന രാജാക്കന്മാർ. എവിടെയാണ്, നമ്മുടെ സൗത്തിൽ ഡെക്കാൻ്റെ ഭാഗത്ത് 8-ാം നൂറ്റാണ്ട് തൊട്ട് 10-ാം നൂറ്റാണ്ട് വരെ ഭരിച്ചിരുന്നവരാണ്. ഇവിടെ 2 റൂളേഴ്സാണ് ഇമ്പോർട്ടൻ്റ്. ഒന്ന് ഗോവിന്ദൻ മൂന്നാമൻ, ഗോവിന്ദൻ തേർഡും അതുപോലെ തന്നെ അമോഘവർഷൻ. ഗോവിന്ദൻ 3 ആൻഡ് അമോഘവർഷനാണ് പ്രോമിനൻ്റ് രാഷ്ട്രകുത റൂളേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെയും ആർട്ട് ആൻഡ് കൾച്ചറിനെ പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരും എന്താണ് സംസ്കൃത അതുപോലെ തന്നെ ആർട്ടും ലിറ്ററേച്ചറും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്തിരുന്നവരാണ്. അപ്പോൾ ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കവി രാജമാർഗം. ഇതാണ് കവി രാജമാർഗം. ഇത് എഴുതുന്ന ആരാന്ന് വെച്ചാൽ അമോഘവർഷാണ്. അതാണ് എൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ. അപ്പോൾ കവി രാജമാർഗം എന്ന കൃതി എഴുതിയ അമോഘവർഷൻ. ആരാണ് ഈ അമോഘവർഷൻ? അദ്ദേഹം രാഷ്ട്രകൂടന്മാരുടെ രാജാവ് ആയിരുന്നു, പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു രാജാവ് ആയിരുന്നു. ഇനി അവിടുത്തെ ആർക്കിടെക്ചർ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രധാനപ്പെട്ട നിർമ്മിതികൾ ഓർത്ത് വയ്ക്കണം. ഒന്ന് മാൽക്കറ്റ് ഫോർട്ട്. ഓക്കെ. മാൽക്കറ്റ് ഫോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്, കർണാടകയിലെ ഗുൽബാർഗ ഡിസ്ട്രിക്റ്റിൽ സിറ്റുവേറ്റ് ചെയ്യുന്നതാണ്. ഈ പറയുന്ന മാൽക്കറ്റ് ഫോർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സഹബാദ് ശില. ഓക്കെ. ഷഹബാദ് ശില എന്നറിയപ്പെടുന്നത് മാൽക്കറ്റ് ഫോർട്ടാണ്. അതുപോലെ എല്ലോറയിലെ റോക്ക് കട്ട് ടെമ്പിൾ, ഈയിടെ കണ്ടോ കൈലാസ് ടെമ്പിൾ ഓഫ് എല്ലോറ, അത് പണിതതും ആരാണ്, രാഷ്ട്രകൂടന്മാരാണ്. ഓക്കെ. രാഷ്ട്രകൂടാസിൻ്റെ 2 ആർക്കിടെക്ചർ ബിൽഡിങ്സിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന് മാൽക്കറ്റ് ഫോർട്ടും മറ്റൊന്ന് എന്താണ് എല്ലോറയിലെ റോക്ക് കട്ട് ടെമ്പിളും എന്താണ് ഇവരുടേതാണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഓക്കെ. നെക്സ്റ്റ് നെയ്ബേഴ്സുമായിട്ട് റിലേഷൻ നോക്കുമ്പോഴും വലിയ പ്രശ്നമൊന്നുമില്ല. എന്താണ് ഇവരും എന്താണ് മുസ്ലിം ട്രേഡേഴ്സുമായിട്ട് നല്ല റിലേഷനാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവരെ ഇങ്ങോട്ട് അലോ ചെയ്തിരുന്നു.
അതുപോലെ നമുക്ക് റിലീജിയസ് ടോളറൻസും പ്രൊമോട്ടഡ് ജൈനിസവും ശൈവിസവും വൈഷ്ണവിസവും അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശിവഭക്തന്മാരാണ് ശൈവിസം, വിഷ്ണു ഭക്തന്മാരാണ് വൈഷ്ണവിസം, ജൈനിസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പറയുന്ന രാഷ്ട്രകൂടന്മാരുടെ കാലത്തുണ്ടായിരുന്ന കാസ്റ്റ് സിസ്റ്റമാണ്. നമുക്ക് ചാതുർവർണ്ണയത്തെ പറ്റി അറിയാം അല്ലേ, നമ്മുടെ ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാസ്, ബ്രാഹ്മിൺസ്, അങ്ങനെ പറയുന്ന 4. ഇതല്ലാതെ പ്രത്യേകിച്ച് ഒരു സെക്ഷൻ കൂടെ അവരുടെ കാലത്തുണ്ടായിരുന്നു. അവർ നമുക്ക് അൺടച്ചബിൾ ഗ്രൂപ്പായിട്ട് കണക്കാക്കാൻ പറ്റും. കാർപ്പൻ്റർമാർ, കോബ്ലേഴ്സ്, ഫിഷർമാൻമാരൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിരുന്നത്. ഇനി പ്രത്യേകിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന നമ്മുടെ രാഷ്ട്രകൂടന്മാരുടെ സമയത്ത് ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും പഴയ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നെങ്കിലും പറ്റിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന നമ്മുടെ വൈശ്യന്മാരുടെ സ്റ്റാറ്റസ് സൊസൈറ്റിയിൽ കുറയുകയാണ്. ഓക്കെ, ട്രേഡിലുണ്ടാവുന്ന കുറവും അതുപോലെ എന്താണ് കൃഷിയിലുണ്ടാവുന്ന വർധനവും എന്ത് പറ്റി, ഈ പറയുന്ന വൈശ്യന്മാരുടെ സ്റ്റാറ്റസ് കുറയ്ക്കുകയും എന്നാൽ നാലാമതായി ഉണ്ടായിരുന്ന ശൂദ്രന്മാരുടെ ഇമ്പോർട്ടൻസ് കൂട്ടുകയും ചെയ്തിരുന്നു. ഓക്കെ, അവരെ കുറച്ചുകൂടി ഈ പറയുന്ന സൊസൈറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആരുടെ കാലത്താണ്, രാഷ്ട്രകൂടന്മാരുടെ കാലത്താണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു സെക്ഷനിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ പാല രാജാക്കന്മാരെ പറ്റിയിട്ടും അവർ ഈ പറയുന്ന വിക്രമശില നടന്ന യൂണിവേഴ്സിറ്റിയെ റീബിൽഡ് ചെയ്ത പറ്റിയിട്ടും അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്, കൊടുത്തേക്കുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് അവരുടെ ഖാലിഫയായിട്ടുള്ള ബന്ധങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പിന്നെ വരുന്ന പ്രതിഹാരാസിനെ പറ്റിയിട്ടാണ്, അവരുടെ സ്ഥലം എന്താണ്, അവരുടെ പറ്റിയ കാര്യങ്ങൾ എന്താണ്. ഇവിടെ വിസിറ്റ് ചെയ്ത അൽ മസൂദി എന്ന് പറയുന്ന ട്രാവലറിൻ്റെ കാര്യം ഞാൻ അവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. വേറൊന്നുമല്ല, ഈ ഗുജ്ജാല പ്രതിഹാരാസിൻ്റെ സിറ്റീസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള നമുക്കൊരു വിശദമായ വിവരം കിട്ടിയത് അൽ മസൂദിയുടെ കൃതികളിൽ നിന്നാണ്. അപ്പോൾ അതിനവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉറപ്പായിട്ട് വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് നമുക്കറിയാമല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതാണ് ഫസ്റ്റ് പഠിക്കേണ്ടത്. അത് വെച്ച് നിങ്ങൾക്കൊന്ന് ബൈഹാർട്ട് ചെയ്യാനാണ് നമ്മൾ ഈ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ആരാണ്, കാവ്യമീമാംസയെ പറ്റി പറഞ്ഞു, കർപ്പൂരമഞ്ജരിയെ പറ്റി പറഞ്ഞു. നെക്സ്റ്റ് വരുന്ന ആരാണ്, നമ്മുടെ രാഷ്ട്രകൂടന്മാരെ പറ്റിയിട്ടാണ്. അവരുടെ ഇമ്പോർട്ടൻസ്, മാൽക്കറ്റ് ഫോർട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിശദമായിട്ട് പറയുന്നുണ്ട്. അവരുടെ കാസ്റ്റ് സിസ്റ്റത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇത്രയും പറയുമ്പോഴത്തേക്കും ആ ഭാഗം തീരുന്നു. പിന്നെ നമ്മൾ ഡൽഹി സുൽത്താനേറ്റിൻ്റെ വരവിനെ പറ്റിയിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിനെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. അപ്പോൾ അതുവരെ ബൈ ബൈ.